ഹലോ ഗായ്സ്. ആക്ച്വലി നമ്മൾ രേണുവിനെ വിട്ടാലും എന്ത് സബ്ജക്റ്റ് എടുത്താലും രേണുവിനെ വിട്ടോ എന്ന് ചോദിക്കുന്ന പ്ലക്കത്തികളെ ദയവ് ചെയ്തിട്ട് ഡിസ്റ്റേബ് ചെയ്യരുത്. ഡിസ്റ്റേബ് ചെയ്ത് ഞാൻ വല്ല വിളിച്ച് പറയും. ദയവ് ചെയ്ത് എൻ്റെ ചാനലിൽ നിന്ന് പ്ലക്കത്തികൾ ഒഴിഞ്ഞു പോകണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കേൾക്കാനുള്ള വീഡിയോസ് ഇടുമ്പോൾ മാത്രം വന്ന് എത്തി നോക്കിയാൽ മതി. ഞാൻ വ്യക്തമായിട്ട് എഴുതി വെക്കും രേണു സുധീന്ന്. നിങ്ങൾക്ക് അതാണല്ലോ ഇൻട്രസ്റ്റ്. അപ്പോൾ അത് കാണാനായിട്ട് തള്ളിക്കൊണ്ട് വന്നാൽ മതി. അല്ലാതെ മറ്റ് സബ്ജക്റ്റുകൾ എടുക്കാൻ കാണാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അവർ വന്ന് കണ്ടോളും, അവർ കമൻറ്റ് ഇട്ടോളും. നിങ്ങളുടെ കമൻറ്റ് ഞാൻ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. രേണുവിന് വിട്ട് ഇതിന് പിടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പ്ലക്കത്തികളെ ചുമന്നുകൊണ്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യുകയും തല ചൂക്കി ചുമക്കുകയും എന്ത് വെച്ചാവാം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ദേവിൻ്റെ ചാനലിൽ ഇന്നലെ വന്ന ഒരു വോയിസാണ്. അപ്പം ഞാൻ ആ വോയിസ് കുറച്ച് ഞാനിവിടെ കേൾപ്പിക്കാം. അതിനു മുമ്പ് നമുക്ക് കൊളപ്പുള്ളി ലീല, അങ്ങനെയല്ലേ അവരുടെ പേര്, അതാണെന്ന് തോന്നുന്നു അമ്മയുടെ പേര്. അപ്പോൾ അമ്മയുടെ കാലിലൊക്കെ പോയി വീണിട്ട് അവരെ കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അത് അല്ലാതെ അടിയിൽ കൂടെ ഒരു പുള്ളി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഒരാളും എനിക്ക് ഫേവറായിട്ട് എവിടെയും എനിക്ക് വേണ്ടി സപ്പോർട്ട് പറയണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് താല്പര്യമില്ല. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ എനിക്ക് നാവുണ്ട്, ഞാൻ പറഞ്ഞുകൊണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടെ ടാർഗറ്റ് ചെയ്ത് അവരെയും കൂടെ അങ്ങോട്ട് വലിച്ചിട്ട് അതിൽ കൂടെ എന്തെങ്കിലും ഗെയിൻ ഉണ്ടാകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോകുന്നവർക്ക് ആ ബോധമില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ പോയ എൻ്റെ ഈ ഒപ്പീനിയനിൽ നിന്ന് ഒരു ചാൻസ്, അതായത് ഒരു പടി പോലും ഞാൻ താഴോട്ട് ഇറങ്ങത്തില്ല. ഒരു പടി ഞാൻ മുകളിലോട്ട് കയറും. ആ കയറുന്ന പടിയിൽ ഈ പോകുന്നവരും ഉണ്ടാകും എന്നുള്ളത് വ്യക്തം. ഭീഷണിയാണോ? അതെല്ലോ ഭീഷണി തന്നെയാണ്. അപ്പൊ നമുക്ക് ആ വോയിസിലേക്ക് ഒന്ന് പോകാം. നിങ്ങളല്ലേ ഈ പറഞ്ഞ രേണുവിന്റെ മാനേജർ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു അതേ. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിന്റെ ബേസിലാണ് ഇവളുടെ മാനേജർ ആയിരിക്കാൻ, എന്ത് ജോലിയിലാണ് ഇവൾ, എന്ത് ജോലി ചെയ്തിട്ടാണ് ഇവൾക്ക് മാനേജർ ആയിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ വർക്കുകളൊക്കെ പിടിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു എന്ത് വർക്കുകളാണ് നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ബാറിൽ ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾക്കല്ലേ നിങ്ങൾ ഈ അവൾക്ക് ഈ വർക്ക് പിടിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനല്ല, അവൾക്ക് പിന്നെ ദുബായിലോ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു വർക്കുകൾ പിടിച്ചു കൊടുക്കുന്നത്. അവൾക്ക് ഒരു വിധവയല്ലേ, വിധവയുണ്ട്, ആണ് 2 പിള്ളേരുണ്ട്, പിള്ളേരെ വളർത്തണ്ടേ. ഞാൻ ചോദിച്ചു ഈ നാട്ടിലെല്ലാവരും വിധവകളുണ്ട്, ഞാനൊരു വിധവയാണ്. ഞങ്ങളാരും ഇതുപോലെ ബുക്കളും കാണിച്ചു, വയറും കാണിച്ചു, ബാറിൽ പോയി ഡാൻസ് ചെയ്തു ഒന്നുമല്ല. ഞങ്ങളാരും മക്കളെ വളർത്തി, അതിൽ അന്തസ്സായിട്ട് ജോലി ചെയ്താണ് മക്കളെ വളർത്തി. എനിക്കൊരു മോനുണ്ട്, മോനെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഒന്നേ പറയാ അയ്യോ അവൾക്ക് അതിനുള്ള ഹെൽത്ത് ഭയങ്കര വീക്കാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ഹെൽത്ത് ഇഷ്യൂ? ഇവൾക്ക് 3-4 ആണുങ്ങൾ ഇവിടെ വട്ടമെടുത്തിട്ട് അങ്ങോട്ടെറിഞ്ഞു ഇങ്ങോട്ടെറിഞ്ഞു. ഈ ആണുങ്ങളുടെ ചുമലെ ചാരി നടക്കുന്നതിന്, ഈ ആണുങ്ങളുടെ കൂടെ പോയി ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നതിനൊന്നും ഇവൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. ജോലി എടുത്ത് ജീവിക്കാൻ എന്താ ഈ ഇത്ര ഹെൽത്ത് ഇഷ്യൂ എന്ന് ചോദിച്ചു. അത് ആകെ ഒരു ചെറിയ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെണ്ണിന്റെ അത്ര അതിന് ശരീരവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു അങ്ങനെയൊക്കെ ഉള്ള ആളെ നിങ്ങൾ എന്തിനെ കൊണ്ട് നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവൾക്ക് ശരീരമില്ല, ഒന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനെ കൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചു. അത് 2 കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യമാണ് ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ ചോദിച്ചു ഇവൾക്ക് ഫ്ലവേഴ്സിൽ നിന്ന് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. ഇവൾ എന്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ഫ്ലവേഴ്സുകാർ ചുമ്മാ പറയുന്നത്, അവരിങ്ങനെ ചുമ്മാ ഓഫർ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ ഓഫർ ഇടുന്നതേ ഉള്ളൂ, അല്ലാതെ അവര് ജോലിയൊന്നും കൊടുക്കത്തില്ല, അവർ കൊടുക്കത്തുമില്ല, അവരിങ്ങനെ ചുമ്മാ പറഞ്ഞു പറ്റിക്കലേ ഉള്ളത്. ഇങ്ങനെയാണ് പറയുന്നത്. കിച്ചുവിനെ പഠിപ്പിക്കുന്ന കാര്യം അതൊക്കെ വെറുതെ അവർ പറയുന്നതാണെന്നാ പറയുന്നത് ഈ കരിഷ്മ പറയുന്നത്. ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവളെ കൊണ്ട് നടക്കുന്നു നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ക്ലീവേജ് കാണിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ വയറ് കാണിക്കുമോ, നിങ്ങളുടെ പൊക്കിൾ കാണിക്കുമോ, ഇല്ല നിങ്ങൾക്ക് ഒരു മകളുണ്ട്, നിങ്ങളുടെ മകളെ നിങ്ങൾ സമ്മതിക്കുമോ, ഇതുപോലെ പണി ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അത് എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. അവൾക്ക് ഈ പറഞ്ഞ രേണു എന്ന് പറഞ്ഞവൾക്ക് എന്ത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അവൾ എന്തും കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ആ കോൺഫിഡൻസിനെ ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുമല്ലേ, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ആ ഈ പെണ്ണിനുണ്ടല്ലോ, ഈ പെണ്ണ് സർവനാശത്തിലേക്കായി ഇരിക്കും. ഇതിന് ബുദ്ധി ബോധം ഉണ്ടെങ്കിൽ ഇനിയാണെങ്കിലും അതിന് കരകയറാൻ സമയമുണ്ട്. അവൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്നുണ്ട്. അവള് വിചരിക്കുവോ, ഇനി ബാറിൽ പോയി ഡാൻസ് ചെയ്യുവോ, വെള്ളമടിക്കുവോ, എന്ത് വേണം, ഇതൊക്കെ അവൾക്കുടെ സ്വകാര്യമായ കാര്യമാണ്. ഇന്ത്യയിൽ ഇപ്പൊ വ്യഭിചാരം ഒരു നിയമവിധേയമായ കാര്യമാണ് എന്ന് ചൈൽഡ് ലൈനിലെ ആൾക്കാർ എന്നോട് പറഞ്ഞതാണ് കേട്ടോ. ചൈൽഡ് ലൈനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്പർ സഹിതം ഞാൻ തരാം. ഒരു ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞതാണ് ഇന്ത്യയിൽ വ്യഭിചാരം നിയമവിധേയമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ആർക്ക് വേണേലും വ്യഭിചാരം ചെയ്യാമെന്നാണ് ചൈൽഡ് ലൈനിലുള്ളവർ പറഞ്ഞത്. കാരണം ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി ഇവൾക്കെതിരെ കൊടുത്തിരുന്നു. ഇവൾക്കെതിരെ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കസ്റ്റംസ് ഇന്റലിജൻസി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓറൽ കംപ്ലൈന്റ് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, കോട്ടയം സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ എല്ലാം അന്വേഷിച്ചോണ്ടിരിക്കുക, ഇവളുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം നോക്കി അന്വേഷിച്ചോണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ചൈൽഡ് ലൈൻകാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കാര്യം അന്വേഷിച്ച് ഇവൾക്ക് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കുട്ടിയെ നോക്കുന്നില്ല, 24 മണിക്കൂർ കുട്ടി മൊബൈലിൽ അഡിക്റ്റ് ആണ്,
പിന്നെ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞാണ് ഇവള് നാട് നീളെ കൊച്ചിനെ നോക്കാതെ നാട് നീളെ നടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീ പറയാമോ വ്യഭിചാരം ഇന്ത്യയിൽ നിയമവിധേയമാണെന്ന്? ഇതൊക്കെയാണോ എന്തോ ഇതൊക്കെ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ വ്യഭിചാരത്തിന് എന്തിനാ പോലീസുകാർ കേസെടുക്കുന്നു? ഓരോരുത്തരും എവിടെയെങ്കിലും ഒക്കെ ഇട്ട് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ വ്യഭിചാരത്തിന് കേസെടുക്കുന്നതിനാ? എങ്കിൽ ഇവൾക്ക് ഒരു ലൈംഗിക തൊഴിലാളി എന്നുള്ള കാർഡ് കൊടുക്കട്ടെ, ഈ രേണുവിന് കാർഡ് കൊടുക്കട്ടെ, എന്നിട്ട് ഇവിടെ എന്ത് വേണമെങ്കിലും അർമാദിക്കട്ടെ. ഇവളെന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ മാതിരി കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കുന്ന എന്ത് കാര്യത്തിനാണ്? അവർക്ക് അവിടെ സ്വകാര്യതയുണ്ട്. ഈ സോഷ്യൽ മീഡിയ 8-10 ചാനലുകാരുണ്ട്. അതിലൊരു ചാനലുകാരിൽ ഒരുത്തിനെ ഞാൻ വിളിച്ചിട്ട് അവളോട് ഞാൻ ചോദിച്ചു, നിനക്കൊന്നും ഒരു പണിയില്ലെന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾക്ക് റീച്ചല്ലേ വേണ്ടത്? അവൾ പറഞ്ഞത് അതാണ് സത്യം. അവർക്ക് വേണ്ടത് റീച്ചാണ്. നമ്മൾ അവരെ തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയങ്ങളൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് കൊളപ്പുള്ളി ചേച്ചിയുടെ ഇതിലേക്ക് പോകാം. അവർ പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അവർ പറഞ്ഞ ഒരു വിഷയം വളർത്തണം, അതിനവൾ കലാഫീൽഡിൽ ഇറങ്ങി. ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളും മൊത്തം ഒന്നും കാണാറില്ല. പലരും പലതും പറയുന്നുണ്ട്. എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ കേൾക്കാറുമില്ല. ഞാൻ അവളോട് ഇപ്പോൾ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, സുധീനെ എനിക്കറിയാം, ആ കാലം തൊട്ട് എനിക്ക് നിന്നെ അറിയാം. എനിക്ക് അവൾ പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ അവൾക്ക് അവളെ കുട്ടികളെ പോറ്റണം. സുധി മരിച്ചതും പറഞ്ഞാൽ ആര് കൊടുക്കും പൈസ? ഇപ്പോൾ അവൾക്ക് കഴിയുന്നത് പോലെ അവൾ കലാഫീൽഡിൽ ഇറങ്ങി അവൾ വർക്ക് ചെയ്യണോ, അവളെ കുട്ടികളെ പോറ്റണം. ആ കുട്ടികളൊന്നിന് മാത്രം ആവട്ടെ, അതിനുശേഷം പിന്നെ തീരുമാനിക്കുക അവൾ ഇറങ്ങേണ്ടതുള്ളത്. കാരണം നമുക്കൊരാളെ കുറ്റം പറയാൻ എളുപ്പം കഴിയും. ഒരാൾ എങ്ങനെ ജീവിക്കണോ, കുട്ടികളെ എങ്ങനെ പോറ്റണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞാനാണെങ്കിലും കിടവും പിന്നെ അങ്ങനെയൊക്കെ കുറ്റം പറയാൻ എനിക്കും പറ്റും. എന്നാൽ 10 രൂപ കൊടുത്ത് സഹായിക്കാൻ എനിക്ക് പറ്റുമോ? പറ്റൂല. 10 രൂപ ഉണ്ടെങ്കിലും അത് മറച്ച് വെച്ചെങ്ങാഞ്ഞിരിക്കും, കൊടുക്കൂല. അപ്പോൾ അവരവരുടെ കുട്ടികളെ പോറ്റാൻ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്, അവർ അഭിനയിച്ചിട്ടോ റീൽസ് ചെയ്തിട്ടോ അഭിനയിച്ചിട്ടോ എങ്ങനെയാ വെച്ചാൽ അവർ വളർത്തട്ടെ. അതിന് അവന്റെ ആത്മാവ് കൂടെ ഉണ്ടാവട്ടെ. അതെ, ഞാനാണ് ചെയ്തത്. ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മോനായിരുന്നു. അതുപോലത്തെ ബന്ധം ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ അറിയാത്തത് കൊണ്ട് ലീലമ്മ ചേച്ചിയുടെ അടുത്ത് ഒരു ചോദ്യം ചെയ്യും. ലീല തന്നെയല്ലേ പേര്? പേരൊന്നും എനിക്ക് അറിയത്തില്ല, കറക്റ്റ് അറിയില്ല. അപ്പൊ ഞാൻ അമ്മച്ചിയോട് ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. അമ്മച്ചിക്ക് ഇത്രയും പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വേറെ ബന്ധുക്കളൊന്നുമില്ല. അടുത്ത വേറൊരു വീഡിയോയിൽ ഇവർ നല്ല സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല, എൻ്റെ മകൻ മരിച്ചു, മക്കൾ മരിച്ചു, ഭർത്താവ് മരിച്ചു, അമ്മ മരിച്ചു, എല്ലാവരും മരിച്ചു എന്ന് പറയുന്നു. നല്ല അത്യാവശ്യം ആസ്തിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കയ്യിലും കാലിലും ഉടമ്പിലും ഒക്കെ അത്യാവശ്യമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല എങ്കിൽ വസതി ഉള്ളതല്ലേ, നിങ്ങൾക്ക് അങ്ങ് കൊടുത്താൽ പോരെ? അതെന്താ നിങ്ങൾ ബാക്കിയുള്ളവരടുത്ത് കൊടുക്കാൻ പറയണതിന്? നിങ്ങളങ്ങ് കൊടുക്കി, അതല്ലേ അതിൻ്റെ വഴി. നേരത്തെ പറഞ്ഞ വോയിസും ഇതും കൂടെ വെച്ചിട്ട് ഞാനൊരു കാര്യം പറയും. മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. നിങ്ങൾ മക്കൾ തന്നെയല്ലേ? ഇപ്പം ഞാൻ ഉൾപ്പെടെ ഒരു അമ്മയുടെ മകള് തന്നെയാണ്. എൻ്റെ അമ്മച്ചി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വട കാണിച്ചും പിന്നെ ക്ലീവേജ് കാണിച്ചും പൈസ കൊണ്ടുവന്നിട്ടാണ് ഞാൻ വളർന്ന് ഇതുവരെ എത്തിയെന്ന് പറഞ്ഞാൽ സത്യം തരാൻ വെരി നെക്സ്റ്റ് ഡേ ഞാൻ എന്തെങ്കിലും നല്ല പ്രവൃത്തി കാണിച്ചങ്ങ് തീർത്ത് കളയും എന്നെ തന്നെ. കാരണം ആ പൈസയിൽ എനിക്ക് വളരേണ്ടി വന്നു എന്നുള്ളതൊരു ഗതികേടാണ്. എനിക്ക് ആ ഗതികേട് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എന്നെ അങ്ങ് തീർക്കും. അതാണ് ഞാൻ ചെയ്യുക. ആത്മാഭിമാന ബോധമുള്ളവരൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യുക. കൊളപ്പുള്ളി ചേച്ചിയുടെ കാര്യം എനിക്കറിയത്തില്ല, മറ്റുള്ളവരുടെ കാര്യം പറയുന്നുണ്ട്. അതേപോലെ ആദ്യം കേട്ട വോയിസിൽ പറഞ്ഞ നമ്മുടെ ഇവരുടെ മാനേജർ ചേച്ചി പറഞ്ഞതുപോലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ അത്രയേ ഉള്ളൂന്ന്. ഇത് തന്നെയാണ് അവളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ശരീരം കാണുമ്പോൾ ഏകദേശം 8ാം ക്ലാസ്സിൻ്റെതൊക്കെ കാണുള്ളൂ, കാരണം എല്ലും തോലുമാണ്, അതിനകത്തൊന്നും കാണത്തില്ല. മുഖം കാണുമ്പോൾ നമുക്കൊരു 60 വയസ്സ് തോന്നാറുണ്ടല്ലോ. വ്യത്യാസം മനസ്സിലായില്ലേ? അതിനെ പറഞ്ഞ് സ്ക്രൂ കയറ്റി അതെന്തോ സംഭവമാണെന്ന് കാണിച്ചു കൊടുത്ത് അതിനെ കൊണ്ട് നടന്ന് കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുക എന്നുള്ളതാണ് കൂടെ കൂടിയിരിക്കുന്ന ചിന്നക്കട വെടിയുടെയും ഈ പെണ്ണുമ്പിള്ളയുടെയൊക്കെ പരിപാടി. അതാണ് സത്യം. അതിലാണ് ഈ പെണ്ണ് പോയി ഈ ട്രാപ്പിലൊക്കെ വീണത്. ഞാൻ തന്നെ എന്നെ ട്രോളും, വേറെ പുറത്തുനിന്ന് ആരും എന്നെ ട്രോളുണ്ടത് എന്തൊരു കേമത്തരം കാണിച്ചാണൊക്കെയുള്ള പറച്ചില്ല. ട്രോള് പുറത്തുനിന്ന് കിട്ടുന്ന ഇഷ്ടമല്ല, സ്വയമായിട്ട് അങ്ങോട്ട് ട്രോളും. ഞാൻ തന്നെ എന്നെ വിൽക്കും, എനിക്ക് പുറത്തുനിന്ന് ആരെയും വിൽപ്പനയ്ക്കൊന്നും വേണ്ട. ആ ടൈമാണ്. ഒന്നും പറയാനില്ല, അത് നീ അങ്ങനെ തന്നെ ചെയ്തോ, ഒരു തർക്കവും ഇല്ല. പക്ഷെ നടുവേദന, മറ്റേ വേദന, മറിച്ച വേദന എന്ന് പറയുമ്പം ആ ചേച്ചി ചോദിച്ചാണ് ഒരു ചോദ്യം, നിന്നെ എടുത്തങ്ങോട്ട് എറിയുമ്പം നിനക്ക് വേദനയില്ലേ? ആരോഗ്യസ്ഥിതി ഭയങ്കര ഇതായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കരമായിട്ട് വീക്കായ ഒരു സ്ത്രീയാണ് 3 ആണുങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്നത്, അതൊക്കെയാണോ? അപ്പം ഇത് കഴപ്പാണ്. ജോലി, അതായത് ജോലി ചെയ്യാം, വിയർക്കാതെ ജോലി ചെയ്യാൻ തയ്യാറാണ്. അതൊരു പ്രത്യേകതരം ഇതാണ്. ഒരു പണ്ട് തമിഴിലൊരു പാട്ടുണ്ട്, ഒരിടത്ത് മാത്രം വിയർപ്പ് വരില്ല, പക്ഷെ അതിനകത്ത് നല്ല ഉത്സാഹവുമാണ്, നല്ല ജോലിയുമാണ്. ആ ജോലിയാണെങ്കിൽ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തെറികിഴവി അതിനകത്ത് ഭയങ്കരമായിട്ട് എക്സ്പേർട്ടഡാണ്. ഈ പറഞ്ഞ ആ സ്ത്രീയോട് എന്നെ ഒന്ന് കാണാനുള്ള ഒരു റിക്വസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്നെ ഒന്ന് കാണുക, എൻ്റെ അവസ്ഥ എന്ത്, ഫിസിക്കൽ കണ്ടീഷൻ ഒന്ന് കണ്ടു നോക്കുക. എനിക്കും അത്യാവശ്യ സമ്പാദ്യങ്ങളുണ്ട്, വീട്ടിലുണ്ട്, മീൻസ് എൻ്റെ കുടുംബക്കാരുണ്ട്, ഒക്കെ ഉണ്ട്.
ഇത് ആരും തരാതെ ആരും ചേർക്കാതെ ഒന്നും ചെയ്യാതെ ഞാൻ മക്കളെ വളർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചു കൊടുത്തു. ഇനി കുട്ടികളുടെ കാര്യം ആ സ്ത്രീ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് ആലോചിക്കാം. ആണോ? ഈ പെണ്ണ് പോയി തുണി പൊക്കി കാണിച്ച് വേണോ അവിടെ കഞ്ഞി കരി വാങ്ങിക്കാൻ? അവന്റെ വീട് അവൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. കിച്ചു നല്ല ആപ്റ്റല്ലേ, കിച്ചു നല്ല ഏബിൾ അല്ലേ? എന്തേ നിങ്ങൾ ആരുടെ നാക്കിനകത്ത് കിച്ചുവിനൊരു തൊഴിൽ വേണമെന്ന് തോന്നാത്തത്? 21 വയസ്സുവരെ എന്ത് തൊഴിൽ ചെയ്യാനാണെന്ന്? ഇവിടെ 5 വയസ്സുള്ള കൊച്ചുവരെ അഭിനയിക്കാൻ പോകുന്നുണ്ട്. ഇവൾ അഭിനയിക്കാൻ പോകുന്നതിൽ എത്രയോ കേമമായിട്ട് ആ കുട്ടി അഭിനയിക്കും. അവൻ അവസരങ്ങൾ വാങ്ങിച്ചു കൊടുത്തൂടെ? ഇവളെ കണ്ടവന്മാരുടെ കിടക്കയിലേക്ക് കൊണ്ടിട്ട് കൊടുത്ത് കെട്ടിപ്പിടിപ്പൽ രംഗവും പാവാടയ്ക്ക് അടിയിൽ ക്യാമറ വെച്ചിട്ട് അത്തരത്തിലുള്ള രംഗങ്ങളും ചിത്രീകരിക്കുന്നതിൽ എത്രയോ ഭേദമാണ് ആ കുട്ടിക്ക് നല്ലൊരു ആക്ടിങ് കഴിവ് എബിലിറ്റി ഉള്ള കുഞ്ഞിന് നല്ലൊരു അവസരങ്ങൾ കൊടുക്കുന്നത്. എന്തേ അത് പറ്റത്തില്ലേ? ഇവിടെ എത്രയോ പേര് മരിച്ച കലാകാരന്മാരുടെ മക്കളൊക്കെ വന്നിട്ടില്ലേ? ഷൈൻ അവരൊക്കെ വന്നിട്ടില്ലേ? എത്രയോ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. അച്ഛൻ മരിച്ചു പോയ ഉടനെ പെണ്ണും പിള്ള തുണിയും പൊക്കിക്കൊണ്ട് ഇറങ്ങി വരുവാണോ ചെയ്യുന്നത്? അതാണോ ചെയ്യേണ്ടത്? കലയോ? എന്താണ് ഈ കല എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? വായി കീറി കോന്ത്രക്കല്ലും കാണിച്ചിട്ട് പാടുന്ന പാട്ടിനെയാണോ നിങ്ങൾ കല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൊല എന്നല്ലേ അതിന് പറയുക? കലയെ കൊല്ലില്ലേ സ്ത്രീ ചെയ്യുന്നത്? നീ നമ്മളെയൊക്കെ ആക്രമിക്കുന്നുണ്ട് പല ടൈംസാണ്. അവിടെ പോയി നോക്കൂ, അവർ പറയണത് കേൾക്കൂ. ഇവിടെ പോയി നോക്കൂ, ഇവർ പറയണത് കേൾക്കൂ. എന്തിനാ അവിടെ ഇവിടെയും പോണ? വാ നാട്ടിലോട്ട് വാ. നാട്ടിൽ അഡ്രസ്സ് തന്നിട്ടുണ്ടല്ലോ, അവിടെ വന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരെ കൊണ്ടൊന്ന് ചോദിച്ചു നോക്ക്, അവർ പറയട്ടെ. എന്നിട്ട് അതൊന്ന് കേട്ടു നോക്ക്. അപ്പൊ ഏകദേശം രൂപം പിടിയിട്ടുള്ള നാട്ടാര് പറയുമല്ലോ. ഈ അവിടെ എവിടെ ഇരുന്നുകൊണ്ട് അഡ്രസ്സും ഇല്ല, ഒന്നും അറിയാത്ത കുറെ പൊട്ടന്മാരും പൊട്ടത്തികളും പ്ലക്കത്തികളും ഇരുന്ന് കണകണ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ നാട്ടിൽ വന്ന് അന്വേഷിക്കാൻ പറയുന്നത്. എന്താ കുഴപ്പം? എന്താ നമ്മളെ ആക്രമിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാൻ യൂട്യൂബ് ഒന്നും കാണാറില്ല, ശരിയാണ്. നിങ്ങൾ ദുബായ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ദുബായ് ഇല്ലേ? ഇനി അതെല്ലാം പോട്ട്. ഇവിടെ വാർദ്ധക്യ പെൻഷനും വികലാംഗ പെൻഷനും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നതുകൊണ്ട് അതില്ലേ? നിങ്ങൾ കാണുന്നില്ല എന്നതുകൊണ്ട് സത്യമല്ലാതാകുമോ? അപ്പൊ പുതിയൊരു നരേഷൻ AI ആണ്. എന്നാൽ നീ AI ആണെന്ന് ഞാനങ്ങ് പറയുന്നു. അപ്പോൾ ഓക്കെ ആണോ? അവനവന്റെ നിലവാരത്തിനൊത്തുള്ള കമന്റുകൾ പറയുക. അവനവന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളെ നോക്കിയിട്ട് കൊണകൊണാണ് പറഞ്ഞുകൊണ്ട് വരാൻ നിൽക്കരുത്. എനിക്ക് ഇതേ പറയാനുള്ളൂ. ഈ വിഷയത്തിൽ കൂടുതൽ വീഡിയോസ് ചെയ്യുക തന്നെ ചെയ്യും, 100%. അതെന്തുകൊണ്ടാണെന്നറിയാം? മിണ്ടാതെ വഴിക്ക് പോയാലും പിന്നെയും പിറകെ വന്നിട്ട് അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, നിങ്ങൾ എന്തിനാ അവരെ പിറകെ നടക്കുന്നേ? എന്താ ഞാൻ അവരെ പിറകെയാണോ? എൻ്റെ മുന്നേ കയറി കിടന്നിട്ട് ഞാൻ അവരെ പിറകെയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? എത്രയോ വിഷയങ്ങൾ എടുക്കുന്നു. അതൊന്നും പറ്റത്തില്ല. പലരുടെയും കമന്റ് കാണുമ്പോൾ ഞാൻ ആയിരിക്കും ജെന്യൂൻ ആയിരിക്കും കേട്ടോ, നമ്മൾ പറഞ്ഞ വിഷയത്തിലുള്ള ആധികാരികതയായിരിക്കും ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്. ലാസ്റ്റ് ഒരു കമന്റ് എഴുതി മൊത്തം അങ്ങ് കൊളാക്കും. നീ രേണു സുധിയുടെ തലയിൽ കയറിയത് കണക്ക് എല്ലാവരുടെയും തലയിൽ കയറാൻ നിൽക്കണ്ട എന്നും എൻ്റെ പേരിന്റെ മാറ്റങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് പറയുന്നുണ്ട്. ആണോ? അതുകൊണ്ട് എന്താ ആ കൂട്ടത്തിലുള്ളവർ 4-5 പേരും ചുറ്റും നിന്നിട്ട് എടുത്തെറിഞ്ഞ് കളിച്ചോ? അതോ തൊടവരെയുള്ളത് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് വരൂ നമുക്ക് പ്ലക്കാമെന്ന് പറഞ്ഞോ? കണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഏതെങ്കിലും രീതിയിൽ വല്ലതും കണ്ടോ? ഇല്ലല്ലോ. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞൊട്ട അടിച്ചോണ്ട് വരുന്നവരടുത്ത് എന്ത് പറയാനാണ്? പിന്നെ കുട്ടിയുടെ കാര്യം ആ ചെറുക്കൻ തന്നെ വന്ന് പറഞ്ഞു, ഞാൻ നിവർത്തികേടിന്റെ അങ്ങേയറ്റത്തിലാണ് എന്നെ തുറക്കുന്നത്, എന്നെ ആരും നോക്കിയിട്ടില്ല, എനിക്കാരും ഒന്നും തരാറുള്ളവർ ഉണ്ടേ ഇല്ല എന്ന്. ഉടനെ ഞാൻ കൊടുക്കാറുണ്ട് 300 രൂപ 200 രൂപ 10 രൂപ 50 രൂപ 25 പൈസ 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുത്തതും ആ കുട്ടി വീട്ടിൽ ചെന്നപ്പോൾ ഇളയ കൊച്ചിനെ കൊണ്ട് മുഖം തിരിപ്പിച്ചതൊന്നും നമ്മളല്ലല്ലോ. നമ്മുടെ വീടുകളിലും ഉണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തി ഉണ്ടാവാറുണ്ട്, മക്കളുമായിട്ട് വഴക്കുണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇളയത്തുങ്ങളെടുത്ത് പറഞ്ഞു കൊടുക്കുമോ മിണ്ടരുത് എന്ന്? അങ്ങനെ പറയണമെങ്കിൽ ആംബിയർ ഉള്ളവളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു വിധവയുടെ അവരുടെ തന്നെ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാണ്, കണ്ടു നോക്കുക. അവർ പറയും, ഞാൻ സ്ഥിരം അവരുടെ വ്യൂവറാണ്, മീൻ കാണാനുള്ള കൊതി കൊണ്ട് പോയി കാണുന്നതാണ്. പക്ഷേ ഇങ്ങനെ അവർക്കൊരു ഹിസ്റ്ററി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ട് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അവരവരുടെ ലൈഫ് ഹിസ്റ്ററിയിൽ വ്യക്തമായി പറയുന്നുണ്ട് അവർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട്. ഭർത്താവ് മരണപ്പെട്ട് പകച്ചു നിന്ന സ്ത്രീയുടെ നാട്ടല്ലി വരെ തകർന്നിട്ടും അവരതിൽ നിന്നൊന്നും മാറി നിൽക്കാതെ അന്തസ്സോടുകൂടി ജോലിയെടുത്ത് ജീവിക്കുന്നു. വെച്ച വീട് വിൽക്കേണ്ടി വന്നു, ഒരുപാട് വിഷമങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അന്ന് കണ്ടു നോക്കുക. ഒരു 13 വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്ത ജോലിയാണ്. ചേട്ടൻ മരിക്കുമ്പോൾ ഞാൻ എൻ്റെ 3 പിള്ളേരും ഒരു ഓല വീട്ടിൽ, കുഞ്ഞു വീട്ടിലായിരുന്നു താമസം, പുതിയ തുറ. അപ്പം മക്കളെയൊക്കെ ഒരു സുരക്ഷിതമാക്കണം, അവർക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ ഒരു വീട് വേണം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ ഇറങ്ങിയ ജോലിയാണ് പള്ളത്ത് ചെമ്പെടുക്കുന്നത്. 1.5 വർഷം ഞാൻ ചെമ്പെടുത്ത് കഷ്ടപ്പെട്ട ആ സമ്പത്തും പിന്നെ നമുക്ക് പഞ്ചായത്ത് വരെ തന്ന ലോണും കൂടെ ചേർത്ത് നല്ലൊരു വീട് തന്നെയാണ് പണിതെടുത്തത്. ടെറസ് വീട് ഇതുപോലെ വീടൊക്കെ ആയി കുഴപ്പമില്ലാതെ ചെമ്പ് ജോലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. ചെമ്പടി എടുത്തോണ്ട് പോകുന്ന വഴിക്കാണ് ഞാൻ തെന്നി വീണത്. ഏകദേശം 50 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു, നൊത്തോലിയും വെള്ളവും കൂടെ ആയിരുന്നു. എന്റെ നടുവിലാണ് വന്ന് വീണത്. അവിടെ നിന്ന് തുടങ്ങിയ പണിയാണ് നട്ടെല്ലിന്. അപ്പം സഹായിക്കാനും ആരുമില്ല, ഒരു കൈത്താങ്ങലിനും ആരുമില്ല. ബാധ്യതകൾ കയറി വന്നപ്പോഴേക്കും വീട് വിൽക്കേണ്ട ഒരു അവസ്ഥയെത്തി.
അങ്ങനെ വീട് വിട്ടിട്ടാണ് എന്റെ ജന്മസ്ഥലമായ പൂന്തറ ഞാൻ തിരിച്ചു വന്നത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തലച്ചമ്പെടുത്തുണ്ടാക്കി ചേർന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായിരുന്നു. സമാധാനത്തോടെ എനിക്ക് ഒരു വർഷം പോലും കിടക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ആ സ്ഥലത്തിന് വന്നിട്ടേ ഇല്ല. കാരണം വിഷമമാണ്. കാരണം ഇത്രയും ആഗ്രഹിച്ചൊരു ഭവനം കെട്ടിട്ട് അതിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത വിഷമമുള്ള കാര്യമല്ലേ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയായി. ഇതാണേ ഞാൻ പണിതെടുത്ത വീട്. ഇത് കൊടുത്തതിന് ശേഷം ഇതുവരെ ഈ പരിസരത്ത് ഞാൻ വന്നിട്ടില്ല, വരാൻ മനസ്സ് അനുവദിച്ചിട്ടുമില്ല. അങ്ങനെ ഇന്ന് എന്റെ സ്വപ്നമാണ് സ്വന്തമായി ഒരു കുഞ്ഞു വീട്. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ ജോലിക്കൊന്നും പോകാനും പറ്റത്തില്ല, ജോലി അറിയത്തുമില്ല. എന്നാ പിന്നെ അമ്മയുടെ കൂടെ തന്നെ മീൻ കച്ചവടത്തിന് അങ്ങ് കൂടി. അങ്ങനെ ജീവിതം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. വീട്ടിലെ ചെലവും മക്കളുടെ പഠിത്തവും കാര്യങ്ങളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പഴയ വില്ല വന്നത്. ഈ പ്രാവശ്യം 3 വർഷമാണ് എനിക്ക് പോയത്. ആശുപത്രി, ഞാനും വേദനയും, ആശുപത്രി ചെലവും വീട്ടിലെ ചെലവും എല്ലാം കൂടെ നല്ലൊരു ബാധ്യത കയറി. അങ്ങനെയൊക്കെയാണ് ജിമ്മിൽ പോയി തുടങ്ങിയതും വർക്കൗട്ടൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോഴേക്കും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. 3 വർഷത്തിന് ശേഷം പിന്നെയും മീൻ കച്ചവടത്തിലോട്ട്. ഈ വട്ടം ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിക്ക് ഓൺലൈനിൽ കച്ചവടം പോകുന്നുണ്ട്. അപ്പോഴാണ് ഒരു ആഗ്രഹം, ഞാൻ ഇരുന്ന കല്ലാട്ടുമുക്ക് ഒരു വട്ടം കൂടെ പോയി ഇരുന്ന് കച്ചവടം ചെയ്യണമെന്ന്. നമ്മുടെ കൂട്ടുകാരൊക്കെ എന്നെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് കമന്റിൽ ചോദിക്കാറില്ലേ? ഏകദേശം ഉത്തരങ്ങൾ ഈ വീഡിയോയിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ നിലയിലേക്ക് മുന്നേറി വന്ന ആ സ്ത്രീ ഒരു വിധവയായിരുന്നു. ഇപ്പോഴാണോ അല്ലെന്ന് എനിക്കറിയില്ല, അന്ന് വിധവയായിരുന്നു. ഇനി അവരുടെ പാസ്റ്റ് അന്വേഷിച്ച് അവർക്ക് ഭർത്താവുണ്ടെന്നും അന്വേഷിച്ച് അതും പറഞ്ഞുകൊണ്ട് തരരുത്. അവർ വ്യക്തമായി അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഭർത്താവിനെ ലോസ്റ്റ് ആയിട്ടുണ്ട്, അത്രയും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും ഞങ്ങൾ ജീവിച്ചു, അന്തസ്സായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു, ഇല്ലായ്മയും വല്ലായ്മയിലും അവർ ജീവിക്കുന്നു. അവരെവിടെയും തുണി വെക്കാൻ പോയില്ലല്ലോ. ഈ സബ്സ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കിട്ടും, അതിൽ കൂടെ നല്ല റവന്യൂ കിട്ടും എന്ന് പറയുന്നത്. എന്തായാലും ഇവളെക്കാളും മെച്ചവും മികവും ഉള്ള കുട്ടി തന്നെയാണ്, നല്ല മികവുള്ള കുട്ടി തന്നെയാണ്, നല്ല മുഖലക്ഷണമുള്ള കുട്ടി തന്നെയാണ്. അതിന് ആ പണി ചെയ്യണമെന്ന് തോന്നിയില്ലല്ലോ. വെട്ടവെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഹാർബറിൽ പോയി മീൻ ലേലത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് റോഡിലിട്ട് വിറ്റ് കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന നല്ല അഭിമാനബോധമുള്ളൊരു സ്ത്രീ. സത്യത്തിൽ സല്യൂട്ടാണ്. പുല്ലരിക്കും, ഐ മീൻ രോമാഞ്ചിഫിക്കേഷൻ. ആരോഗ്യമുള്ളത് കൊണ്ട് ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റും. ആരോഗ്യമില്ലെങ്കിൽ പോലും അവൾ ആളെ വെച്ച് ചെയ്യുന്നു. അതെന്തുകൊണ്ടെന്നറിയാമോ? ഇവിടെ വിരിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ വിരിച്ച് ജീവിക്കുന്നവർക്ക് ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ വരും, സപ്പോർട്ടും വരും. കാരണം നീയൊക്കെ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പോയി കിടക്കുന്ന അവളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും, അവൾ നന്നായാലോ എന്നുള്ളതായിരിക്കും. അവളെ എങ്ങനെ പോട്ട്. പക്ഷെ അതിനെ ചൊല്ലി ബാക്കിയുള്ളവർ ആക്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഞങ്ങളുടെ ബോധ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞങ്ങളെ തിരുത്താൻ നിൽക്കേണ്ട. പറഞ്ഞ കാര്യത്തിൽ ഇതുവരെയും ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഉറച്ചു നിൽക്കും. പിടിക്കണം, കൊട്ടണം, കുത്തണം, NIA കൊണ്ട് അന്വേഷിക്കണം. അയ്യോ എന്തിന് NIA ആക്കണത്? അതിനേക്കാൾ മേളിൽ ആരെങ്കിലും പോയി പിടിച്ചോണ്ട് വരി, നോക്കട്ട്. ഈ വിഷയത്തിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൊളപ്പുള്ളി ചേച്ചി എന്നെ ഒന്ന് കാണുക, എന്നെ ഒന്ന് കണ്ടാൽ, എന്നോടൊന്ന് സംസാരിച്ചാൽ എനിക്ക് ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞാൻ പബ്ലിക്കിൽ തന്നെ ചോദിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് അവളെ കൊണ്ടുവച്ചേക്ക്. ആ കിച്ചുവിന് ആ വീട് കൊടുക്കാൻ പറ, അവ അന്തസ്സോടെ അതിനകത്ത് നിന്നോട്ടെ. കിളയ്ക്കാൻ പോകാൻ പറ മൈക്കാടിൻ്റെ അടുത്ത്. കിളയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നട്ടല് വേദനയായിരിക്കും. ഇതേപോലെ എവിടെയെങ്കിലും പോയി സാധനം വാങ്ങിച്ച് ലേലത്തിൽ വാങ്ങിച്ച് ഏതെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുവച്ച് വിറ്റാലും മക്കൾക്ക് അന്നത്തെ അന്നം കൊടുക്കാൻ പറ്റും. വീടുണ്ടല്ലോ, കയറി കിടക്കാട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അത് ചെയ്യാനും. അത് ചെയ്തുകൂടെ? ആ തള്ളക്ക് എന്താ പരിപാടി? അവരെ വീട് പോലും വൃത്തിയാക്കി ഇടൂല. എന്താ അവർക്ക് ചെയ്താലെന്താ? ഉണക്കമീൻ വാങ്ങിച്ച് വിൽക്കാൻ പറ. എന്താ മീൻ വിൽപ്പന വലിയ നഷ്ടമുള്ള കാര്യമാണോ? ഒറ്റ പ്രശ്നമുള്ള കാര്യമാണോ? ഒരു നാട്ടിന് മുഴുക്ക പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് നാട് കടത്തിയ രീതിയിൽ ആളുകൾ വായിച്ചതാ. അവരിപ്പോഴും കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്, വളരെ സംയമനത്തോടെ നിൽക്കുന്നത് അറിഞ്ഞുകൂടാനിട്ടല്ല. ഇതുപോലുള്ള കുറേ വൃത്തികെട്ട സാധനങ്ങളുണ്ട് സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള പേടി കൊണ്ടാണ്. അതങ്ങോട്ട് മാറുമ്പോൾ അവിടെ നാളെ ഇരച്ചിഞ്ഞിട്ട് കയറും. തീരും തന്തയും തള്ളയുടെ കളി. ബക്കറ്റ് നിറച്ച് ചപ്പലി വാങ്ങിച്ചു വെച്ചിരിക്കുക നാട്ടുകാരെ പണം വാങ്ങി തിന്നിട്ട്. എന്നിട്ട് അത് വലിയ ക്രെഡിറ്റോട് കൂടി കാണിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഒരുപാട് ചപ്പൽ പ്രേമിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യം. ഒരു കാര്യം 2 കാര്യമൊന്നുമല്ല. വ്യക്തിത്വമില്ലാത്ത ഒരു പെണ്ണിനെ ഈ രീതിയിൽ വളച്ചെടുത്ത് കൊണ്ടുപോയി തോന്നിവാസങ്ങൾക്കൊക്കെ കാഴ്ചവെച്ചിട്ട് ഞാൻ ഡീസൻ്റ് എന്ന് പറയുന്ന എല്ലാ ഡാഷ് മക്കൾക്കും ഒരു ദിവസം ഇതിനേക്കാൾ വലിയ ആപത്ത് വരിക തന്നെ ചെയ്യും. പിന്നെ AI ആണത്രേ. AI കാര്യം എന്താ? കോഫി കുടിക്കാനും ചായ കുടിക്കാനും ഒക്കെ എൻ്റെ മാണാസൂറ് ചോദിക്കൂ എന്ന് പറയണത്. അങ്ങനെ ഇപ്പം എത്ര യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ എത്ര സെലിബ്രിറ്റികളാണ് കോഫി കുടിക്കാൻ വേണ്ടി മാനേജറെ ഏർപ്പാടാക്കുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ പറയുന്ന പേര് വേറെയാണ്. ആ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് തന്നെയാണ്. ബോധ്യപ്പെട്ടത് കൊണ്ടാണ് മൗനമായിരിക്കുന്നത്, അല്ലാതെ വിഷയമില്ലാണ്ടല്ല, താല്പര്യവും ഇല്ല. എനിവേ, വീണ്ടും കാണാം. നന്ദി.